ഹായ് ബോയ്സ്. വീഡിയോയിൽ തമ്മിലിൽ കാണിച്ച പോലെ തന്നെ കാര്യം മനസ്സിലായി കാണും. വളരെ ചെറിയൊരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് പോസ്റ്റ് വർക്കൗട്ട് ഷെയ്ക്ക് പോസ്റ്റ് വർക്കൗട്ട് മീലിനെക്കാളും ഇമ്പോർട്ടന്റ് ആണ്? എന്തുകൊണ്ട്? പോസ്റ്റ് വർക്കൗട്ട് മീല് എന്താണെന്ന് പറയും? വർക്കൗട്ടിന് ശേഷം പോസ്റ്റ് പ്രീ മീനിങ് തന്നെ അത് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളൊരു ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാകുമ്പോൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മസിൽ ബ്രേക്ക് ആയതിനു ശേഷം അവിടെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് വേണം. പോസ്റ്റ് വർക്കൗട്ട് മീല് അത്ര തന്നെ പ്രധാനമാണ്. ഈ പോസ്റ്റ് വർക്കൗട്ട് മീല് എങ്ങനെ ശരീരത്തിൽ കയറുന്നു എന്നതും കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാര്യം നമ്മൾ അതിനെ സോളിഡ് ആയിട്ട് കഴിക്കാം, നമുക്കൊരു മോൾട്ടൻ രീതിയിലും ആക്കി തരണം. നമുക്കൊരു 3-4 വയസ്സൊക്കെ ഉള്ളപ്പം നമുക്ക് കുറുക്ക് കൂരവ് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കൂടുതലായിട്ട് തന്നത്. സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ തരുന്നത് കുറവായിരുന്നു. കാര്യം എന്താണ്? ശരീരത്തിന് പെട്ടെന്ന് ദഹിക്കാനും പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനും ഉള്ള പഴക്കത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഷേക്ക് പോസ്റ്റ് വർക്കൗട്ടിന് ശേഷമുള്ളതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മൾ ബൾക്കും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 5-6 മീല് കഴിക്കേണ്ടി വരും. അപ്പം ചിലർക്ക് ചോദിക്കാൻ എന്തെങ്കിൽ പിന്നെ ചോറ് സാമ്പാർ അവിയലും കൂടെ എങ്ങനെ ഷേക്ക് അടിച്ച് തിന്നുകൂടെ? പക്ഷെ നമുക്ക് പല്ലും നാക്കും അതേപോലെ സലൈവറി അമിലേസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നിരിക്കുന്നത് ചവച്ചാഹാരം കഴിക്കാനാണ്. ചവച്ചാഹാരം കഴിച്ചാലേ ബ്രെയിനിന് തോന്നുള്ളൂ ഇവ ആഹാരം കഴിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ദഹനവും നടക്കുകയുള്ളൂ. എന്നും പറഞ്ഞ് ഷേക്ക് കുടിക്കാതിരിക്കണമെന്നും അല്ല ഞാൻ പറയുന്നത്. രണ്ടും വേണം. ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആകെ കാണിച്ച മിസ്റ്റേക്ക്, ആ ഫുഡിന്റെ കാര്യത്തിൽ കാണിച്ച മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വർക്കൗട്ടിന് വന്നിട്ട് ഷേക്ക് അടിക്കൂല, അതിന് പകരം കഴിച്ചുകൊണ്ടാണ്. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കൂടുതൽ സമയം എടുക്കും ഡൈജസ്റ്റ് ചെയ്യാൻ. അപ്പൊ അടുത്ത മീല് കഴിക്കാനായിട്ട് അതിൽ നിന്നും കൂടുതൽ സമയമുണ്ട്. അപ്പം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ ഞാൻ 10-10:30 ആവും ചിലപ്പോൾ ഡിന്നർ കഴിക്കായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇരിക്കുന്ന 2 മണിക്കൂർ ദഹിക്കാനായി. എന്നിട്ടും കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ശരീരത്തിൽ എത്ര പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നമുക്കറിയാം, ചിലവര് പണ്ട് മുതലുള്ളവർ പറയും അരവയറിലേക്ക് കിടന്ന് ഉറങ്ങാനുള്ളത്. അത് രാത്രിയിലെ ഡിന്നർ കുറച്ച് ലൈറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ജിമ്മിൽ പോയിട്ട് ആ ഒരു അതിനുള്ള ഒരു 7 മണി സമയത്ത് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. രാത്രിയിലത്തെ ഡിന്നർ കുറച്ച് ലൈറ്റ് ആക്കി വെക്കുക. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് എടുത്താൽ മതി. വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കും, ബൾക്ക് ചെയ്യണവര് 5-6 മീല് കഴിക്കുമ്പോൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ നോക്കണവർ ഒരു 3 മീല് കഴിച്ചാൽ മതി എന്നാണ് സാധാരണ വെപ്പ്. അങ്ങനെ ഞാൻ പറയൂല. കാര്യം ഈ 3 മീല് കഴിച്ച് ചിലപ്പോൾ കൂടുതലായിട്ട് വിശക്കും, കൂടുതലായിട്ട് ക്രേവിങ്സ് തോന്നും ഈ ആഹാരത്തിനോട്. അതിന് ഉള്ളൊരു ഹാക്ക് ഞാൻ പറഞ്ഞു. ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്, നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ വയർ ഒരുപാട് നിറഞ്ഞായിട്ട് നമുക്ക് തോന്നിക്കും. അങ്ങനെയുള്ള ആഹാരങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കും. ഉദാഹരണത്തിന് ഓട്ട് മീല്, അവിച്ച ഉരുളക്കിഴങ്ങ്, കോട്ടേജ് ചീസ്, ഗ്രീക്ക് യോഗേർട്ട്, എഗ്സ്, ഫ്രൂട്ട്സ്, നട്ട്സ്, വെജ് സാലഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആഹാരം കഴിച്ചെന്നുള്ള ഒരു ഫീലിംഗ് ശരീരത്തിന് കിട്ടും. അപ്പം ഇത് അത്ര മോശപ്പെട്ട ആഹാരമല്ല. അത്യാവശ്യത്തിന് ന്യൂട്രിയൻസും പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എല്ലാം ശരീരത്തിൽ കയറുന്നുണ്ട്. നമ്മുടെ വർക്കൗട്ടിനെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ന്യൂട്രീഷൻ. നമ്മൾ ജിമ്മിൽ പോയി ഇത്രയും സമയം ചെലവഴിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം. എന്നാലും ആ ഒരു ബെനിഫിറ്റ് ശരീരത്തൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫ്യൂവൽ കൊടുക്കണ്ടേ. ആ ഫ്യൂവൽ എഫിഷ്യന്റ് ആയിരുന്നാലേ നമുക്ക് ശരീരത്തിന് അത്ര എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ആണ്. വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. നമ്മൾ അതിൽ പ്രോട്ടീന് മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് വെക്കുക. പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ആ ഒരു ഷേക്കിൽ നമുക്ക് ഓട്സ് ഇടാം, നമുക്ക് പാലിടാം, പഴം ഇടാം, കപ്പലണ്ടി ഇടാം, അതേപോലെ നട്ട്സ് ഇടാം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഷേക്ക് അടിക്കാം. അല്ലെങ്കിൽ ശകലം ഒരു റോ ഹണി ഇടാം. ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പ്രോട്ടീൻ പൗഡർ തന്നെ വേണമെന്ന് ഞാനും പറയാം. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പ്രോട്ടീനിന്റെ റോള് ഈ നമ്മുടെ ഡയറ്റിൽ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പം അതൊരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു മീലില് നല്ല രീതിയിലുള്ള ഒരു പ്രോട്ടീൻ സഫീഷ്യന്റ് ആയിട്ട് നമ്മൾ കഴിച്ചു. മിനിമം നമ്മുടെ ബോഡി വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഗ്രാം. ഇപ്പോൾ 60 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കിട്ടിയിരിക്കണം. കാര്യം അറിയാം, പ്രോട്ടീൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മസിൽ ഗെയിനിങ്ങിനും ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് പ്രോട്ടീൻ. അതുകൊണ്ട് പ്രോട്ടീൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കും.